പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എല്ലാ ദിവസവും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുത്തെങ്കിൽ ഇന്ന് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കി നോക്കാം. പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുഴച്ച് വെക്കാം. ഞാൻ ഉപ്പ് ചേർത്ത വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ച് വെക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മളിത് കുഴച്ചിട്ട് അടച്ച് വെച്ചാൽ നമ്മുടെ പുട്ടുപൊടി കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടും. പിന്നെ ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പുട്ടുപൊടിയാണ്. പകുതി പുഴുങ്ങലരിയും പകുതി പച്ചരിയും കൂടി ചേർത്താണ് ഞാൻ പുട്ടിന് പൊടി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് പുട്ടായി കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട കുറച്ച് മസാലകൾ തയ്യാറാക്കാം. ഞാനൊരു 10-15 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. പിന്നെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാളയും കഴുകി അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചോപ്പറിൽ വെച്ചിട്ട് ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഇതേപോലെ സ്ലൈസാക്കി എടുക്കാം. ഇങ്ങനെ സ്ലൈസ് ആക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേഗം വഴറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ കത്തി കൊണ്ട് മുറിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ വഴന്ന് കിട്ടും. ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി അധികം എരിവില്ലാത്ത കാശ്മീരി മുളകിൻ്റെ പച്ച മുളക് ആണ് ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി എരിവുള്ളതായാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതുള്ളത് കൊണ്ട് ഇത് മുറിച്ചിട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്കൊരു ചെറിയ ഒരു പാത്രത്തിലേക്ക് ഒരല്പം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അധികം എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അത്രയേ വേണ്ടൂ. നമ്മുടെ പാത്രത്തിൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വേഗം സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടും വഴന്ന് കിട്ടാൻ വേണ്ടിയും ഒരല്പം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഉള്ളി കുറച്ചൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. നമ്മുടെ കുറച്ച് സമയം കൂടി ഇത് ഒന്ന് ബ്രൗൺ കളർ, ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വാട്ടിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് ക്രഷ് ചെയ്തെടുത്ത ചുവന്ന മുളക് ക്രഷ് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തേങ്ങയും മുളകും ഒക്കെ ഇട്ട് നമ്മുടെ മസാലക്കൂട്ട് റെഡിയായിട്ടുണ്ട്. ഇതാ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇടാൻ വേണ്ടിയിട്ട് ആദ്യം മറന്നുപോയി. അതുകൊണ്ടാണ് കുറച്ച് കറിവേപ്പില പുറത്ത് പോയി പറിച്ചു കൊണ്ടുവന്ന് ഇട്ടതാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മുടെ പുട്ടുപൊടി കുഴച്ച് വെച്ചത് നല്ല വെള്ളമൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. പലതരം വെറൈറ്റി പുട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഒരു വ്യത്യസ്തമായ പുട്ടാണ്, നല്ല ടേസ്റ്റാണ്. അതുപോലെ കറിയൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് കഴിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇനി തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് പുട്ടിൻ്റെ ഉണ്ടയിലേക്ക് നമുക്ക് പുട്ട് ചുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച്
വരുന്നുണ്ട്. നമ്മുടെ ഇതാ പുട്ട് കുറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതാ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പുട്ട് റെഡിയായി. ഒരു 5-10 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. എല്ലാവരും തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.